നിങ്ങളുടെ ശരീരത്തിൽ ബ്രഹ്മരക്ഷസ് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളത് അമ്പലങ്ങളിൽ പോയിട്ട് അവരോട് പറഞ്ഞ് പ്രത്യേകം ഒരു ക്യാഷ് അവർക്ക് കൊടുത്ത് അതിനെ ഒഴിവാക്കണം, എന്നാലാണ് നിങ്ങളുടെ ഈ പ്രശ്നം തീരുകയുള്ളൂ എന്ന് പറഞ്ഞ് ഒരാൾ അവരോട് പറയുകയും അതവരതുപോലെ അമ്പലത്തിൽ പോയി ഒരു ക്യാഷ് അവർക്ക് കൊടുക്കുകയും ചെയ്ത്, പക്ഷേ അതിനുശേഷവും ആ പ്രശ്നം അവരുടേത് തീർന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ച് അറിയിക്കുകയുണ്ടായി. ഒരുപാട് ആളുകൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് ഫോൺ കോളുകൾ ചെയ്യുന്നതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള, എന്നാൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം തന്നെ തകർന്നു പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സൂചിപ്പിക്കുന്നത്. ഈ ബ്രഹ്മരക്ഷസ് സംഭവിച്ചിട്ടുണ്ട്, കയറിയിട്ടുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ. അതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞത് അതൊരു ആരാണ് പറഞ്ഞത് എന്നോ അല്ലെങ്കിൽ അത് ആരോടാണ് പറഞ്ഞത് എന്നോ അതൊന്നും ഇവിടെ പ്രസക്തമല്ല. നാം ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ്. ഇതിലൂടെ ഞാനൊക്കെ മനസ്സിലാക്കിയൊരു വിഷയമുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, സമൂഹത്തിനിടയിൽ ഇത്തരം വിഷയങ്ങൾ നടക്കുന്നുണ്ട്, ഇതിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളുമായി ഒരുപാട് തെറ്റിദ്ധാരണകൾ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ വിവരമില്ലാതെ പല സ്ഥലങ്ങളിലും പോയവരുണ്ട്. അവരെ നമ്മോട് ചോദിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് പുറത്തു തരുമോ, ഇത്രയും വലിയ തെറ്റാണെന്ന് ഞാനത് മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവർക്കതിന് നമ്മളതിൻ്റെ കൃത്യമായ റൂട്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണ് ആ വിഷയത്തിന് തൊട്ട് രക്ഷ നേടേണ്ടത് എന്നത് ഇസ്ലാമിക് കോൺസെപ്റ്റിൽ ചിന്തിക്കുമ്പോൾ അതിനെങ്ങനെയാണ് ശരിയാക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷയം തന്നെ ഇന്ന് പറയാമെന്ന് വിചാരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അമലുകളെ തൊട്ടും പ്രവർത്തനങ്ങളെ തൊട്ടൊക്കെ നമുക്ക് വലിയ ഹിഫ്ള് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത് റൂഹാനി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. റൂഹാനി, ഭദ്രകാളി, അതേപോലെ തന്നെ ചുടല, ബ്രഹ്മരക്ഷസ്, ചേക്കുട്ടി പാപ്പ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല ആളുകളും പല വിഷയങ്ങളും നമ്മോട് പറഞ്ഞ് ഇതിനൊക്കെ ശരിയാക്കാൻ ഇങ്ങനെ ചില ക്ഷേത്രങ്ങളിൽ പോകണം, ചില പൂജകൾ നടത്തണം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നാം അന്യമത വിശ്വാസങ്ങളെ അവരെ പരിഹസിക്കുകയോ അവരെ കളിയാക്കുകയോ ഒന്നുമല്ല. അത് നമ്മുടെ ദീനിന്റെ കാഴ്ചപ്പാടല്ല. നമ്മുടെ ദീനിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ആരാധ്യ വസ്തുക്കളെയോ അവരുടെ ആരാധനാലയങ്ങളോ അസഭ്യം പറയുകയോ ഒന്നും ചെയ്യരുത്. അവർക്ക് ശല്യമില്ലാത്ത രൂപത്തിലാണ് നാം ജീവിക്കേണ്ടത്. ഇതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠം. അതങ്ങനെ തന്നെയാണ്. പക്ഷേ അതോടുകൂടെ തന്നെ ആ വിശ്വാസങ്ങൾ അങ്ങനെ നിലനിൽക്കുന്നതോടുകൂടെ അവർ അവരുടെ വിശ്വാസപ്രകാരം മുന്നോട്ട് പോകട്ടെ, നാം നമ്മുടെ വിശ്വാസപ്രകാരം മുന്നോട്ട് പോകട്ടെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടമെടുത്ത് നമ്മുടെ ആചാരങ്ങളിലേക്ക്, നമ്മുടെ അനുഷ്ഠാനങ്ങളിലേക്ക് അവരുടെ ആചാരങ്ങൾ കടന്നു വരാതെ ശ്രദ്ധിക്കണം. ഏതുപോലെ നമ്മുടെ ആചാരങ്ങൾ അവരിലേക്ക് കടന്നു വരാതെ അവരൊക്കെ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ വിശ്വാസങ്ങളും മതങ്ങളൊക്കെ അത് അതിൻ്റെതായ രൂപങ്ങളിൽ തന്നെ സഞ്ചരിക്കണം. വിവരമില്ലാതെ ഇത്തരം വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, റൂഹാനി, പ്രേതബാധ, ഭദ്രകാളി, ചുടല, ബ്രഹ്മരക്ഷസ്, ചേക്കുട്ടി, ഇങ്ങനെ ഇനി പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് പൈശാചികമായ പ്രശ്നങ്ങളെ അവതരിപ്പിച്ച് അതിൻ്റെ ഓരോ പേരുകൾക്കനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറഞ്ഞ് ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ തരണം ചെയ്യുക എന്നറിയാതെ വിവരമില്ലാതെ വിശ്വാസം തകർക്കപ്പെടുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട്. അപ്പം അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഉപയോഗപ്പെടുത്താം. ഇത് അത്തരം തെറ്റിദ്ധാരണകളൊക്കെ തീർക്കാൻ കഴിയും എന്ന വിശ്വാസത്തോടെയാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത്. അല്ലാഹു നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരുപാട് ആളുകൾ ഇന്ന്, ഞാൻ ഫോൺ കോളുകളുടെ എണ്ണം പറയുന്നില്ല, അത്രമാത്രം ഫോൺ കോളുകൾ ഇന്ന് വന്നിട്ടുണ്ട്. ഓരോരുത്തരും അവരവർ പറഞ്ഞ വിഷയങ്ങൾക്കൊക്കെ കൃത്യമായി മറുപടി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കോളുകൾ വരുന്നത് കൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്. ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്, ഫോൺ കോളുകളിൽ നിന്ന് സേവ് ചെയ്ത നമ്പറിൽ നിന്ന് മാത്രമാണ് കോളുകൾ എടുക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്സപ്പിൽ പ്രത്യേകം ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോയിൻമെന്റ് എടുക്കുന്ന സമയത്ത്, അപ്പോയിൻമെന്റ് എടുത്തിട്ടാണല്ലോ ഓരോരുത്തർക്കും ഫോൺ ചെയ്യാനുള്ള അവസരം കൊടുക്കല്. അങ്ങനെ അപ്പോയിൻമെന്റ് എടുക്കുന്ന സമയത്ത് അവരുടെ നമ്പർ ഇവിടുന്ന് അഡ്മിൻസ് സേവ് ചെയ്യും. അങ്ങനെ സേവ് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾ ആ സമയത്ത് ഫോൺ വിളിക്കുമ്പോൾ അത് സേവ് ചെയ്ത നമ്പറിൽ നിന്നായിരിക്കും ആ ഫോൺ കോൾ വരിക. അപ്പോൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സമയമാണ് എന്ന അർത്ഥത്തിൽ നാം ആ ഫോൺ അറ്റൻഡ്
അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി തരും. അല്ലാതെ ഒരുപാട് ഫോൺ കോളുകൾ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. നേരിട്ട് കാണാനുള്ള അവസരം ഇനി ഡിസംബറിന്റെ ആദ്യ ആഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മിക്ക കാര്യങ്ങളും നിങ്ങൾക്ക് ഫോൺ വഴി ചോദിച്ച് തന്നെ അതിന്റെ പരിഹാരങ്ങൾ നൽകാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാളുടെ ശരീരത്തില് ഇപ്പൊ റൂഹാനി പൊതുവില് ഇങ്ങനെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് റൂഹാനി എന്നുള്ള ഒരു പ്രയോഗം. ഈ റൂഹാനി അതേപോലെ തന്നെ പ്രേതം കൂടുക, ആത്മാവ് കൂടുക, ഇങ്ങനെ ഒരാളുടെ റൂഹ്, ആ റൂഹ് മറ്റൊരാളുടെ ശരീരത്തിൽ പ്രവേശിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഒരാളുടെ റൂഹ്, നമ്മുടെ റൂഹ് മറ്റൊരാളുടെ, അയാളുടെ മരണശേഷം മറ്റൊരാളുടെ ശരീരത്തിൽ ആ റൂഹ് പ്രവേശിക്കുമോ, അത് കയറുമോ, അങ്ങനെ കയറിയിട്ട് അത് വലിയ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുമോ എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ ഒരാളുടെയും റൂഹ് ഒരാളുടെ ശരീരത്തിൽ പ്രവേശിക്കില്ല. നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പഠിക്കണം. ഒരാളുടെയും ശരീരത്തിൽ ഒരാളുടെയും റൂഹ് പ്രവേശിക്കില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ മരണപ്പെട്ടു, ആ മരണപ്പെട്ട ആളുടെ റൂഹ് മറ്റൊരാളുടെ ശരീരത്തിൽ അത് പ്രവേശിക്കുകയില്ല. അങ്ങനെ പ്രവേശിപ്പിച്ച് ആ ആളുടെ രൂപവുമായി ബന്ധപ്പെട്ടിട്ടോ അയാളുടെ സ്വഭാവങ്ങളോ അയാളുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ പറയുന്നൊരവസരങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടാകില്ല എന്നതാണ് നമ്മുടെ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ വിശ്വാസം എല്ലാവരും കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഒരാളുടെയും ശരീരത്തിൽ ഒരാളുടെയും റൂഹ് പ്രവേശിക്കൂല. പിന്നെ എന്താണ് ചില ആളുകളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ റൂഹ് പ്രവേശിച്ചു എന്ന രൂപത്തിൽ ചില പ്രവർത്തനങ്ങളും ചില സ്വഭാവങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ, അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. നിങ്ങൾ ഈ വീഡിയോ കൃത്യമായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ റൂഹിന് 5 അവസ്ഥകളാണ് നമ്മുടെ റൂഹിനുള്ളത്. ഒന്ന് ആലമുൽ അർവാഹ്, 2 ആലമുൽ അഷ്ബാഹ്. ഞാൻ അതിന്റെ അറബികൾ പറഞ്ഞ് വളരെ സങ്കീർണമാക്കി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ റൂഹിന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആലമുൽ അർവാഹ്, ആലമുൽ അഷ്ബാഹ്, ആലമുൽ ബർസഖ്, ആലമുൽ മഹ്ശർ, ആലമുൽ ജസാ. ഇങ്ങനെ 3 ലോകങ്ങളിലാണ് നമ്മുടെ റൂഹുകൾ റൂഹുകളുള്ളത്. അതില് ആലമുൽ അർവാഹ്, ആലമുൽ അഷ്ബാഹ് പറഞ്ഞ, ആലമുൽ അഷ്ബാഹ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഗർഭത്തിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ റൂഹ് ആ ഒരു അവസ്ഥക്കാണ് ആലമുൽ അഷ്ബാഹ് എന്ന് പറയുക. നമ്മുടെ റൂഹ് നമ്മുടെ ഗർഭാവസ്ഥയിൽ നിന്നും പുറത്തേക്ക് വന്ന് നാം ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് ആ റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്നും വിട്ടുപിരിയും. ആ വിട്ടുപിരിഞ്ഞ് അവർ നിൽക്കുന്ന ആ ഒരു അവസ്ഥ, അതിനാണ് ആ ഒരു ലോകത്തിനാണ് ആലമുൽ ബർസഖ് എന്ന് പറയുക. അതേപോലെ തന്നെ ആലമുൽ മഹ്ശർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂഹ് അത് അവസാനം ഉയർത്തെഴുന്നേറ്റ്, നമ്മൾ ലോകാവസാനമൊക്കെ കഴിഞ്ഞ അവസാനം നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമല്ലോ. ആ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ റൂഹിനെ പിന്നീട് മടക്കും. അങ്ങനെ മടക്കി കഴിഞ്ഞാലുള്ള ആ ഒരു അവസ്ഥയ്ക്കാണ് ആലമുൽ മഹ്ശർ എന്ന് പറയുന്നത്. അവസാനം ആലമുൽ ജസാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോർട്ട്, ആ നീതിന്യായ വ്യവസ്ഥകളൊക്കെ നടപ്പാക്കി കഴിഞ്ഞിട്ട് അവസാനം നല്ല ആളുകൾ സ്വർഗത്തിലേക്കും ചീത്തയാളുകൾ നരകത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥയുമാണ് റൂഹിനുള്ളത്. ഇങ്ങനെ 5 അവസ്ഥകളാണ് നമ്മുടെ റൂഹിനുള്ളത്. അപ്പോൾ നമ്മുടെ റൂഹ്, നമ്മുടെ മരണത്തോടുകൂടെ നമ്മുടെ റൂഹ് അത് നല്ല ആളുകളുടെ റൂഹാണെങ്കിൽ അത് ഇല്ലിയീൻ എന്ന് പറയുന്ന മുഅ്മിനുകളുടെ റൂഹ്, കൃത്യമായി മനസ്സിലാക്കണം. മുഅ്മിനീങ്ങളുടെ റൂഹ് ഇല്ലിയീൻ എന്ന് പറയുന്ന ഭാഗത്താണ് ഉണ്ടാവുക, ഇല്ലിയീനിലാണ് ഉണ്ടാകുക. കാഫിറുകളുടെ റൂഹ്, ചീത്തയാളുകളുടെ റൂഹ് അത് സിജ്ജീനിലാണ് ഉണ്ടാകുക. ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സമയത്താണ് പിന്നെ അതിനേക്ക് മടക്കുക. അപ്പൊ നമ്മളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ റൂഹ് നേരെ അങ്ങ് വിട്ടുപിരിഞ്ഞു പോകും. അത് മുഅ്മിനീങ്ങളുടെ റൂഹാണെങ്കിൽ അത് നല്ലൊരു സ്ഥലം ഇല്ലിയീനിലാണ് ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. കാഫിറുകളുടെ, ചീത്ത സ്വഭാവക്കാരുടെ, ചീത്തയാളുകളുടെ റൂഹ് അത് സിജ്ജീനിലാണ് ഉണ്ടാകുക. അല്ലാഹു അത്തരം ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ. അപ്പൊ നമ്മുടെ റൂഹ് ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ റൂഹ് ഉള്ളത്. ഈ റൂഹ് ഒരു കാരണവശാലും ഒരാളുടെയും ശരീരത്തിൽ ഈ റൂഹ് പ്രവേശിക്കില്ല എന്നുള്ളത് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് റൂഹാനി കൂടി, പ്രേതം കൂടി, അതേപോലെ തന്നെ ബ്രഹ്മരക്ഷസുണ്ട്, ചേക്കുട്ടിയുണ്ട്, ചുടല, ഭദ്രകാളി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുകൾ, പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് പേരുകൾ കൂടിയിട്ട് അതൊക്കെ ഇങ്ങനെ കൂടിയിട്ടുണ്ട് എന്ന് പറയല്ലോ. ആ വിഷയത്തിനെ കുറിച്ച് നാം കൃത്യമായി
മനസ്സിലാക്കേണ്ടത്, നമുക്കെല്ലാവർക്കും നാം ജനിച്ചത് മുതൽ നമുക്കെല്ലാവർക്കും മലക്കുകളുടെ ഭാഗത്ത്, ജിന്നുകളുടെ ഭാഗത്ത് നിന്ന്, മലക്കുകളുടെ ഭാഗത്ത് നിന്ന് ഓരോ ആളുകളെ ഓരോ കരീന് നമുക്കെല്ലാവർക്കുമുണ്ട്. അപ്പോൾ ഒരു മലക്കും അതേപോലെ തന്നെ ഒരു ശൈത്വാനും നമുക്കെല്ലാവർക്കും ഒരു മലക്കും ഒരു ശൈത്വാനും ഉണ്ട്. അപ്പോൾ ഈ മലക്കിന്റെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരാം, എന്നിട്ട് നമ്മെ നല്ല വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിപ്പിക്കാം. അപ്പോൾ ഈ ശൈത്വാന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദുർബോധനം നൽകിയിട്ട് അത് ചീത്ത വഴികളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി നമ്മെ പ്രലോഭിപ്പിക്കാം. ഇതാണ് ഈ നല്ലത്. ഞാൻ മാക്സിമം അതിന്റെ അറബികളൊക്കെ ഒഴിവാക്കിയിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന രൂപത്തിൽ പറയുന്നത്. അപ്പൊ നമുക്കെല്ലാവർക്കും ഓരോ മലക്കുമുണ്ട്, ഓരോ ശൈത്വാനിന്റെ ഭാഗത്ത് ദുർബോധനം നൽകാനുള്ള ഒരു ശൈത്വാനിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഷെർറു നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇത് സ്വഹാബാക്കളോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതാണ്. ഇത് ഹദീസാണ്. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ ഖദ് വഖദ് ബിഹി ഖരീനുഹു മിനൽ ജിന്നി വഖരീനുഹു മിനൽ മലായിക. മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് അതേപോലെ തന്നെ ജിന്നുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ, അതെല്ലാവർക്കും ഉണ്ട് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പൊ സ്വഹാബാക്കള് അത്ഭുത പരതന്ത്രനായി സ്വഹാബാക്കൾ അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ, അങ്ങേക്കും ഇതുപോലെ ദുർബോധനം നൽകുന്ന ഒരു ശൈത്വാനും അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു മലക്കും അങ്ങേക്കും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഇയ്യായ ഇല്ലാ അന്നല്ലാഹ അആനനി അലൈഹി ഫഅസ്ലമ. എനിക്കും അതുപോലെ ചീത്ത കാര്യങ്ങൾ ദുർബോധനം നടത്താൻ വേണ്ടി ഒരു ശൈത്വാനുമുണ്ട്, ഒരു മലക്കുമുണ്ട്. പക്ഷേ എന്നെ കൊണ്ട് അള്ളാഹു നല്ലൊരു സഹായം എനിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. അതാണ് ഇല്ലാ അന്നല്ലാഹ അആനനി അലൈഹി ഫഅസ്ലമ. ആ ദുർബോധനം ചെയ്യുന്ന ചീത്തയായ ആ ശൈത്വാനിനെ അത് മുസ്ലിമായിട്ട് ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, ആ ഒരു ശൈത്വാന് മുസ്ലിമായിട്ട് നല്ലതല്ലാതെ എന്നോട് കൽപ്പിക്കുന്നില്ല. അപ്പൊ എന്നോട് നല്ലത് മാത്രമാണ് കൽപ്പിക്കുന്നത്. അപ്പൊ ഓരോ മനുഷ്യർക്കും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഓരോ മനുഷ്യർക്കും ഒരു നല്ല മലക്കുമുണ്ട്, ചീത്ത കാര്യങ്ങൾ ദുർബോധനം ചെയ്യാനുള്ള ഒരു ശൈത്വാനും ഓരോ മനുഷ്യർക്കുമുണ്ട്. അപ്പൊ ഈ നല്ല മലക്കിന് മുൽഹിന് എന്നാണ് പേര് പറയാറുള്ളത്. അത് ഹദീസിന്റെ കിതാബുകളിലൊക്കെ മഹാന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് കാണാൻ പറ്റും. ഖരീനുഹു മിനൽ ജിന്നി സാഹിബുഹു മിൻഹും, അവർക്ക് മുൽഹിം എന്നാണ് പറയുക. അതേപോലെ തന്നെ ചീത്ത ഈ ദുർബോധനം ചെയ്യുന്നവർക്ക് വസ്വാസ് എന്നും അതേപോലെ തന്നെ അവർക്ക് ഖരീന് എന്നും പേര് പറയും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ മലക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞുതരും, ദുർബോധനം ചെയ്യാൻ ഒരു ശൈത്വാനുണ്ട്, അതിന്റെ പേര് ഖരീന് എന്നാണ്, വസ്വാസ് എന്നും അതിനൊക്കെ പേരുണ്ട്. നമ്മൾ പൊതുവിൽ മനസ്സിലാക്കാൻ എല്ലാവരും പറയുന്നത് ഖരീൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഖരീന് നാം മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഖരീനാണ് യഥാർത്ഥത്തിൽ റൂഹാനി എന്ന് പറയുന്ന ആ രൂപത്തിൽ വരുന്നത്. ഈ ഖരീനിന് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ സ്വഭാവങ്ങളും അറിയും. അപ്പം നമ്മളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ റൂഹ് യഥാർത്ഥത്തിൽ പോകുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർ യഥാർത്ഥത്തിൽ പോകുന്നത് അവര് ഇല്ലിയീൻ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഈ ഖരീനും ഈ മുൽഹിമും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ മുൽഹിൻ എന്ന് പറഞ്ഞ ഈ നല്ല സ്വഭാവമുള്ള ഈ പ്രകൃതിയുള്ള ആളും ചീത്ത സ്വഭാവമുള്ള ഈ പ്രകൃതിയുള്ള ഈ ശൈത്വാനും. അപ്പൊ ഒരാളുടെ പ്രകൃതി എങ്ങനെയായിരുന്നു, ചീത്ത സ്വഭാവക്കാരനായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ റൂഹുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ശൈത്വാനിനെ കൃത്യമായിട്ട് അറിയാം. ആ ശൈത്വാനാണ് യഥാർത്ഥത്തിൽ റൂഹാനി എന്ന് പറയുന്നത്. ആ റൂഹാനിയാണ് മറ്റുള്ളവരുടെ ശരീരത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നതും മറ്റുള്ളവരുടെ ശരീരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഈ റൂഹാനി എന്ന് പറയുന്ന ഈ സംഭവത്തിൽ ഇങ്ങനെ പറയുന്നത്, ഈ റൂഹാനി എന്ന് പറയുന്നത് ഇതിനെ കൊണ്ടാണ്. അപ്പൊ കൃത്യമായി നാം അതിനെ കൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ ശരീരത്തിലും റൂഹ് എന്ന് പറയുന്ന ഒരു സംഭവം പ്രവേശിക്കുകയില്ല. പിന്നെ നമ്മുടെ ശരീരത്തിൽ പ്രേതം കൂടി ആത്മാവ് കൂടി റൂഹാനി ഉണ്ട്, ഭദ്രകാളി ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്ന ചില സംഭവങ്ങൾ, അത് നമ്മുടെ ശരീരത്തിൽ നമുക്കൊക്കെ ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുമുണ്ട്, ഒരു ശൈത്വാനുമുണ്ട്. അതിൽ ഒരാളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു അതിനനുസരിച്ചാണ് അവരുടെ ആ ഖരീനും മലക്കിന്റെ ഒക്കെ ഒരു പ്രകൃതി ഉണ്ടാവുക. അപ്പൊ ഈ ഖരീന് യഥാർത്ഥത്തിൽ അതാണ് ഈ ചീത്ത പ്രകൃതിയായി നടക്കുന്ന, ദുർബോധനം നടത്തുന്ന ഈ ഖരീന് ഒരു പക്ഷേ മറ്റുള്ളവരുടെ ശരീരത്തിലെ പ്രയാസങ്ങൾ ഉണ്ടാക്കാം.
അതെന്തിനാണ് അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്? ചീത്തയായിട്ട് നടക്കുന്ന ചില ഈ പിശാച് കയറാനുള്ള ചില സാഹചര്യങ്ങളുണ്ട്. ആ രൂപത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ അവരുടെ വാസസ്ഥലങ്ങളിൽ എത്തുമ്പോൾ, അവരുമായി ബന്ധപ്പെട്ട് അവരുടെ സങ്കേതങ്ങളിൽ എത്തുമ്പോൾ, അത്തരം പിശാചിന്റെ സാന്നിധ്യം അത് പ്രത്യേകം മനസ്സിലാക്കണം. പിശാചിന്റെ സാന്നിധ്യങ്ങളുടെ ഏരിയകളിൽ എത്തുമ്പോൾ, പിശാചിന്റെ സാന്നിധ്യങ്ങളുടെ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ, അവിടേക്ക് എത്തുമ്പോൾ നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് നാം പ്രവർത്തിക്കുന്ന ചില പ്രവർത്തനങ്ങൾ കാരണമായിട്ട്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, അങ്ങേയറ്റം മ്ലേച്ഛമായ വസ്തുക്കളിലാണ് പിശാചിന്റെ സാന്നിധ്യമുള്ളത്. ഒരാൾ എന്തെങ്കിലും ദുഷ്പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും മദ്യപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടോ, അല്ലെങ്കിൽ ഈ പിശാചിന്റെ വാസസ്ഥലമുണ്ടല്ലോ ഈ മ്ലേച്ഛമായ വസ്തുക്കൾക്കിടയിൽ, അങ്ങനെ അത്തരം സമീപങ്ങളിലും പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ പിശാചിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. അപ്പൊ ഇവന്റെ പ്രവർത്തനങ്ങളും ആ പിശാചിന്റെ, നാം നേരത്തെ പറഞ്ഞ അവരുടെ ആ പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം ഒരേ രൂപത്തിലേക്കായി വരുമ്പോൾ, ആ രൂപത്തിൽ ആ ഒരു സമയത്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ചില ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ പിശാച് ബാധയേറ്റ, അതേപോലെ തന്നെ പിശാചുമായി ഈ റൂഹാനി കയറിയ ഈ ആളുകളൊക്കെ സംസാരിക്കും. അവർ സംസാരിക്കുന്നത് പോലെ ചിലപ്പോൾ അവരുടെ ശബ്ദം തന്നെ അവരുടെ ശബ്ദം തന്നെയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ രൂപത്തിൽ സംസാരിക്കും. ചിലപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് പോലും അറിയാത്ത അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി വിളിച്ചു പറയും. ഇവരൊക്കെ നിങ്ങൾ ഈ ആളുകളെ ഇളകുന്നതും ഇതൊക്കെ കണ്ടിട്ടില്ലേ? അവർ ഇളകിക്കഴിഞ്ഞ ആ ഒരു സിറ്റുവേഷനിൽ അവർ എന്തെല്ലാം കാര്യങ്ങൾ വിളിച്ചു പറയും. നമുക്കറിയാത്ത ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, സംഭവിച്ചു പോയ കാര്യങ്ങൾ, അതേപോലെ തന്നെ നമുക്കൊക്കെ ഹൈഡായി കിടന്നിരുന്ന ഒരുപാട് വിഷയങ്ങൾ അവർ കൃത്യമായി അത് സത്യം പോലെ തുറന്നു പറയും നമ്മോട്. അത് നമ്മൾക്ക് ഇങ്ങനെ കേൾക്കാം അവർ പറയുന്നത്. നമ്മളൊക്കെ വിചാരിക്കും ഇതെങ്ങനെ ഇവർ പറയുന്നത് എന്നുള്ളത്. അത് ഇത്തരം സംഗതികളിലൂടെയാണ് പറയുന്നത്. ഈ ഖരീനിന് ഈ ആത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന്, ആ ഒരു കണക്ഷനിൽ നിന്ന് അവർ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ് ഇത്തരം വിഷയങ്ങളിലൂടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ, ഇപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു കുടുംബം നമ്മെ വിളിച്ചിരുന്നത്, അവർ ഈ ബ്രഹ്മരക്ഷസ് അവരുടെ ശരീരത്തിൽ കയറിയിട്ട് ഞാൻ അവരുടെ പേരോ ആ വിളിച്ചതാരാണ് എന്നോ, അല്ലെങ്കിൽ ആ വിളിച്ച ആളോട് പറഞ്ഞ ആ ഒരു ആളാരാണ് എന്നോ, അതായത് അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ ഇത്ര രൂപ കൊടുത്ത് അതിനെ ബാത്തിലാക്കിയാലാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുക, 2 വർഷം കഴിഞ്ഞ ഉസ്താദെ ഞാൻ 2-3 തവണ അങ്ങനെ ചെയ്തിട്ട് അതൊന്നും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നാം അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. നമ്മുടെ വിശ്വാസപ്രകാരം അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് തനിച്ച ഹറാമാണ് എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ വിശ്വാസത്തെ വരെ ബാധിക്കും എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അത്തരം വിഷയങ്ങളിലേക്ക് പ്രവേശിക്കരുത്. അറിവില്ലാത്ത ഒരുപാട് ആളുകളെ അതാണ് സത്യം എന്ന് കരുതിയിട്ട് ആയിരിക്കാം അവരത് പറയുന്നത്. അങ്ങനെ ചെയ്താലേ ഏതോ ബാത്തിലാകൂ എന്ന് കരുതിയിട്ടായിരിക്കാം അവരത് അങ്ങനെ പറയുന്നത്. ഇവര് ഈ പറയപ്പെടുന്ന, നമ്മൾ ഈ പ്രശ്നമുള്ള ആള് പറഞ്ഞപ്പോൾ അവര് ഇങ്ങനെ ഒരാളാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളും ഉണ്ടായേക്കാം. എന്തു തന്നെയായാലും അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നാം ചെയ്യേണ്ടത് ഇത്തരം റൂഹാനിയുള്ള അല്ലെങ്കിൽ ഇത്തരം പിശാച് ബാധയേറ്റ വിഷയങ്ങളൊക്കെ വരുമ്പോൾ അത്തരം വിഷയങ്ങൾക്കൊക്കെ കൃത്യമായി വിശുദ്ധ ഖുർആന് കൊണ്ട്, അദ്കാറുകളെ കൊണ്ട്, നാം മന്ത്രിച്ചു കൊടുക്കുന്ന വെള്ളം കൊണ്ട്, അതേപോലെ തന്നെ അവരെ മുന്നിലിരുത്തി നാം ചൊല്ലുന്ന ചില അദ്കാറുകളെ കൊണ്ടും ചില അമലുകളെ കൊണ്ടും ഇത്തരം വിഷയങ്ങളൊക്കെ കൃത്യമായി നമുക്ക് ബാത്തിലാക്കാനും അതിൽ നിന്നെല്ലാം പൂർണ്ണമായും നമുക്ക് മുക്തി നേടാനും സാധിക്കും. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞത്, അവരുടെ ഈ ബ്രഹ്മരക്ഷസ് അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. അത് ഹൈന്ദവാചാരവുമായി ബന്ധപ്പെട്ട അവരുടെ വലിയ ശക്തിയുള്ളതാണ്. ആ ശക്തിയുള്ള സംഭവങ്ങളായതുകൊണ്ട് തന്നെ അത് അവിടെ തന്നെ പോയിട്ട് ബാത്തിലാക്കണം. അവിടെ തന്നെ പോയിട്ട് അത് ഒഴിവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് അവസാനം മരണത്തിലേക്ക് വരെ എത്തുമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഓരോ ഭാഗങ്ങളായിട്ട് കൃത്യമായി മനസ്സിലാക്കി തരേണ്ടതാണ്. ഈ ബ്രഹ്മരക്ഷസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബ്രാഹ്മണനുമായി ബന്ധപ്പെട്ട് അവരുടെ മരണശേഷം, നമ്മളൊക്കെ ഈ ഖരീനി എന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ മരണശേഷം ഉണ്ടാകുന്ന ഇത്തരം അവരുടെ സാന്നിധ്യങ്ങൾക്കും അവരുടെ ആത്മാവുകൾക്കും റൂഹകൾക്കൊക്കെ ആയിരിക്കണം ഇവരിങ്ങനെ പറയുന്നത്. അപ്പോൾ
അപ്പോൾ അത് വലിയ ചില ആളുകളത് ആരാധനാപൂർവം കാണുന്നവരുണ്ട്, ചില ആളുകളത് ഹിന്ദു ഐതിഹ്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് കൃത്യമായി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതെന്തോ ആവട്ടെ, ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത്, നാം ഒരിക്കലും അത്തരം പ്രവർത്തനങ്ങളിൽ ചെന്നുപെടരുത്. ഏത് വിഷയങ്ങൾക്കും നമുക്ക് പരിഹാരമായിട്ട് വിശുദ്ധ ഖുർആൻ, അതേപോലെ തന്നെ അദ്കാറുകൾ, അത്തരം അമലുകളെ കൊണ്ട് ബാത്തിലാക്കാവുന്നതേയുള്ളൂ. ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തെ ബാധിക്കൂലേ? 7 വൻപാപങ്ങളിൽ പെട്ടതാണ് ഷിർക്ക്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്ന് അവന് ഷിർക്ക് ചെയ്തിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞാൽ പിന്നെ അവന്റെ ആഖിബത്ത്, അവന്റെ അവസാനം, അവന്റെ പരലോകം, ഇതിനെക്കുറിച്ചൊക്കെ ഗൗരവമായി ചിന്തിക്കേണ്ടതല്ലേ? അത് ആര് പറഞ്ഞാലും, അത് എത്ര വലിയ ആള് പറഞ്ഞാലും, അത് ഇന്നാലിന്ന ക്ഷേത്രത്തിൽ പോയിട്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അതിനുള്ള പൂജകൾ ചെയ്താലേ അത് ഒഴിവാക്കാൻ പറ്റൂ എന്ന് ആര് പറഞ്ഞാലും അത് ചെയ്യില്ല, അത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനും കൂടി ഉപയോഗപ്പെടുത്തണം ഈ വീഡിയോ എന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാളുടെ റൂഹും ഒരാളുടെ ശരീരത്തിൽ പ്രവേശിക്കൂല, ഒരാളുടെ ആത്മാവും ഒരാളുടെ ശരീരത്തിൽ പ്രവേശിക്കൂല. പിന്നെ ഈ പ്രവേശിക്കും എന്ന് പറഞ്ഞതും ചില ആളുകളൊക്കെ ഇളകുന്ന സമയത്ത് അവർ വിളിച്ചു പറയുന്നു. ചില രൂപത്തിൽ പൈശാചിക ബാധയേറ്റ ആളുകളൊക്കെ അവര് പല കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത് അത് ഈ റൂഹാനിയുമായി ബന്ധപ്പെട്ടതാണ്. ആ റൂഹാനി എന്ന് പറഞ്ഞാൽ നാമൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കൊരു മലക്കുമുണ്ട്, ഒരു ശൈത്വാനുമുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് ഹദീസിലുള്ളതാണ്. ആ ശൈത്വാനിന്റെയും മലക്കിന്റെയും ഡ്യൂട്ടികൾ, ആ ശൈത്വാന് നമുക്ക് ദുർബോധനം നൽകിക്കൊണ്ടിരിക്കുന്നു, മലക്ക് നമുക്ക് നല്ലത് നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മുടെ റൂഹ് മടങ്ങുക. നാം നല്ലത്, ഈ മലക്ക് പറയുന്നത് കേട്ടിട്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്താണ് നാം ജീവിക്കുന്നത് എങ്കിൽ നമ്മുടെ റൂഹ് നേരത്തെ ഞാൻ പറഞ്ഞ ഇല്ലിയിൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തും. നാം ഈ ശൈത്വാൻ പറഞ്ഞത് കേട്ടിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ നമ്മുടെ റൂഹ് നേരത്തെ ചീത്തയാളുകളുടെ, മുഅ്മിനീങ്ങളുടെ റൂഹുകൾ എത്തുന്ന സ്ഥലമാണ് ഇല്ലിയീൻ. ചീത്തയാളുകളുടെ, കാഫിറുകളുടെ റൂഹുകൾ എത്തുന്ന സ്ഥലമാണ് സിജ്ജീന്. ആ സിജ്ജീനിലാണ് എത്തുക. അള്ളാഹു നല്ല മലക്ക്, നല്ല ആളുകളുടെ റൂഹ് എത്തുന്ന ഇല്ലിയീനിൽ നമ്മുടെ റൂഹുകളൊക്കെ അള്ളാഹു എത്തിച്ചു തരട്ടെ. അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അപ്പോൾ അത്തരം വിഷയങ്ങളിലൊക്കെ വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച്, ഇത്തരം വിഷയങ്ങളിലൊന്നും ഒരു പ്രശ്നങ്ങളിലും ഒരു പ്രയാസങ്ങളിലും ചില ആളുകൾ ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നല്ല. നമ്മുടെ അടുക്കലൊക്കെ വരുന്ന, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയ ഒരുപാട് ആളുകളെ ഞാനൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. പല വിഷയങ്ങളും ചില ആളുകളൊക്കെ ഇളകിയിട്ട് പറയുന്ന ആ രൂപങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഇതൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോയെന്നൊക്കെ തോന്നും. ഇപ്പം ഞാൻ ഈ ഹദീസ് പറഞ്ഞപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരാളെ കൂടെ ശൈത്വാനും മലക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസമായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ശൈത്വാനെ ഇളകിയിട്ട്, ശൈത്വാനെ പിശാചബാധയേറ്റ് ഒരാളുടെ ശരീരത്തിൽ കയറിയിട്ട് ഒരു വലിയ മനുഷ്യന് ഇങ്ങനെ അയാൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറന്നു പറയും. അങ്ങനെ തുറന്നു പറയുമ്പോഴാണ് നമുക്കതൊക്കെ ബോധ്യപ്പെടുക. അതൊക്കെ നേരിട്ട് കാണുന്ന ഒരാൾ എന്ന അർത്ഥത്തിൽ എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കും അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട്. ഈ പിശാചിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാം. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ ബാത്തിലാക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ സ്വീകരിക്കേണ്ട ഒരാവശ്യവുമില്ല എന്നാണ് നാം പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സകല ശൈത്വാനിന്റെയും സകല സിഹറിന്റെയും ഐനിന്റെയും പ്രശ്നങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല ബാത്തിലാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങൾക്ക് വലിയ സലാമത്ത് നൽകട്ടെ, ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ. ഒരുപാട് ആളുകൾ ഫോൺ ചെയ്യുന്നുണ്ട്. പല ആളുകളുടെയും ഫോണുകൾ എടുക്കാൻ സാധിക്കുന്നില്ല. ഇന്ന് വളരെ കുറഞ്ഞ ഫോൺ കോളുകളെ എടുത്തിട്ടുള്ളൂ. എടുക്കാത്ത ഫോൺ കോളുകളാണ് കൂടുതലും ഉള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സേവ് ചെയ്ത നമ്പറിൽ നിന്നാണ് എടുക്കുക. കാരണം സേവ് ചെയ്ത നമ്പറിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ദിവസം 100-200ഓളം ഫോൺ കോളുകൾ എടുക്കാനുണ്ടാവും. അത്രയും ഫോൺ കോളുകളാണ് വരുന്നത്. അപ്പോയിൻമെന്റും ഡേറ്റും ചോദിച്ചിട്ട് ഈ പറയുന്ന നമ്പറിൽ നിങ്ങൾ എഴുതിയിട്ട് അപ്പോയിൻമെന്റും ഡേറ്റും ചോദിച്ച് ആ സമയത്ത് വിളിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്പർ സേവ് ചെയ്ത് വെച്ച് അതിൽ നിന്ന് എടുക്കുന്ന, അപ്പോൾ ഒരു മുൻധാരണയോടുകൂടെ വിളിക്കുകയാണല്ലോ. അവർ നേരത്തെ അവരുടെ വിഷയങ്ങൾ വാട്സപ്പിൽ എഴുതി അറിയിച്ചു, എന്നിട്ട് അവർ അതിന്റെ പരിഹാരം ചോദിച്ച് വിളിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. ഇതങ്ങനല്ല. ഇത് പല ആളുകളും ഫോൺ വിളിച്ചിട്ട് ഉസ്താദെ, അവർ ആദ്യം സലാം പറയും, എന്നിട്ട് ഉസ്താദിന്റെ നാട് എവിടെ എന്ന് ചോദിക്കും. ഇങ്ങനെയൊക്കെ ചോദിച്ച് അവർ വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ 2 മിനിറ്റ് കഴിയും. എല്ലാവരും നേരെ വിളിച്ച് പെട്ടെന്ന് വിഷയങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് അതിന്റെ മറുപടിയും കേട്ട് വേഗം ഫോൺ വെക്കുന്ന ഒരു സാഹചര്യമായാൽ മറ്റുള്ള വിളിക്കുന്ന ആളുകൾക്കൊക്കെ അത് പ്രയാസമില്ലാതെ അത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതേപോലെ തന്നെ എപ്പോഴും ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് മാത്രം വിളിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങൾ
പ്രയാസങ്ങളിൽ തൊട്ട് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.